സച്ചിയേട്ട എന്റെ കൂടെ വന്നേ നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന്. കേസും കൂട്ടവും അത് പിന്നെ വലിയ പുലുവാലാകും ചോപ്പാ. സച്ചിയേട്ട വന്നേ, ഞാൻ സംസാരിക്കാൻ സിത്താരിച്ചോട് കേറ്. വണ്ടി എടു. വന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഞങ്ങളെല്ലാം കൂടി വാതിലടിച്ച് വിളിച്ചേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഗായത്രി സംസാരിക്കും. സിത്താരിച്ചി കഥവ് തുറക്ക്, ഞാനാ ഗായത്രി. എന്നെ നോക്കിയേക്ക്. അല്ല ചോപ്പ വന്നേ ഇങ്ങോട്ട്. ഞാൻ സിത്താരച്ചി ആ കീ ഇങ്ങോട്ട് എടുത്തേ. സിത്താരച്ചി കഥ തുറക്ക്, ഞങ്ങൾ അകത്തോട്ട് വരാം. ഗായത്രി പൊക്കോ, ഇതിൽ ഇടപെടണ്ട. എന്നതേ കാണിക്കുന്നേ? ക്യാമറ മാറ്റ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ചേച്ചി ആദ്യം ലൈവ് നിർത്താൻ പറഞ്ഞേ. അനിയനും ഭാര്യ പ്ലീസ് ഗായത്രി പൊക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നമാവും. ചെല്ല് ചേച്ചി, ചേച്ചി ചെല്ല് പ്ലീസ്. ചേച്ചി, ചേച്ചി പോലീസ് എത്തി. സാരല്ല, ടെൻഷൻ ആവണ്ട. ഫ്രണ്ടാ സാറേ, വിവേകേട്ടൻ അവര് കിഡ്നാപ്പ് ചെയ്തേക്കുവാ. പെട്ടെന്ന് മോചിപ്പിക്കും സാറേ. എന്തെയ്യുന്ന ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കൊന്നും വേറെ പണിയില്ലടോ, വീട്ടിൽ പൊക്കെ. ഇതിനകത്താണോ സാറേ? അതെ. ചാവിയുടെ അത് അവരയില്ലാന്നേ. സാറേ ഹാൻഡ് കഫ് എടുത്തില്ല. എന്തിനടോ? അല്ല അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ. അകത്ത് സ്ത്രീകളടോ. സച്ചേട്ടാ, സച്ചേട്ടാ നിക്ക്. സിതാരച്ചി, സിതാരച്ചി ദേണ്ട പോലീസ് വന്നേക്കുന്നു. കഥ തുറക്ക്. അതെ, എടി പൊടിയൊന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കും. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാം. എന്നാ പെങ്ങളെ, നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റും. സാറുമാരിപ്പോ പൊക്കെ. അല്ല, അകത്തൊരു ക്രൈമല്ലേ നടക്കുന്നത്. IPC 308. അപ്പൊ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? കഥകും തുറക്ക്. സൗകര്യമില്ല, സാറുമാര് ചെന്നാട്ടെ. അങ്ങനെ പോകാനല്ലടി ഞങ്ങൾ വന്നത്. കഥ തുറക്കും. പെങ്ങന്മാരെ, ഒരു കോംപ്രമൈസ്. ആ ചാവി കിട്ടും. നടക്കില്ല സാറേ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ. ഇനി പ്രൊവോക്ക് ചെയ്യാൻ നിന്നാ ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ട്. സാർമാർ രണ്ടുപേരും തൂങ്ങും. അതോ വേണ്ട വേണ്ട. ആ ജനലടച്ച് സൈനീടോ? നിന്നെ എവിടുന്ന സൈനീട്? ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല. എന്തൊരാവേശായിരുന്നു. അത് പിന്നെ സാറേ, നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, സ്ത്രീകളല്ലേ. സച്ചേട്ടൻ പോവാണോ? പരിപാടിയാണ്. ഹലോ സാറേ. എടോ, താനെവിടെയാ? ഞാൻ സ്പോട്ടിലുണ്ട് സാർ. CM-ന്റെ PA വിളിച്ചിരുന്നു. ചാടി കയറിയപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന ഇൻസ്ട്രക്ഷൻ. പെട്ടെന്ന് അത് നിങ്ങൾ കസ്റ്റഡിയിലെടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് എന്നാവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. പക്ഷെ ആ സ്ത്രീകള് സൈനൈഡായിട്ട് നിപ്പ്. അതൊക്കെ വെറും ഭീഷണിയാടോ. ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ. എന്നാലും എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തലയിലാവില്ലേ സാറേ? ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എന്നാ താൻ പോയി വല്ല ICU എടുക്കടോ. എടോ, അകത്ത് കയറാൻ നിൽക്കണ്ട, അവിടെ സർവൈലൻസ് ഇട്ടാ മതി. ശരി സാർ. അതെ, നിങ്ങളെന്നൂടെ ഡ്യൂട്ടിക്ക് ഇടാ. അയ്യോ സാറേ, അത് പിന്നെ വെറുതെ ഒന്ന് നിർത്താ മതി, നാട്ടുകാർ കാണിക്കാൻ. മോളിൽ നിന്നുള്ള ഓർഡറാ, മനസ്സിലായ? ഓ, അപ്പൊ നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണണം, അത്രയല്ലേ ഉള്ളൂ സാറേ. മേഴ്സിയെ, സൈനൈഡ് കേസാ, മറക്കണ്ട, പണി പോവും. അക്ഷിതേ, ഒന്ന് മേഴ്സിനൊന്ന് തണുപ്പിച്ചു കേട്ടാ. അതൊക്കെ എന്റെ വേറെ നമ്പറിലായിരുന്നു. ചെന്നിട്ട് 5-6 ഗുളി കഴിക്കേണ്ടതാ. ഇറങ്ങട്ടെന്നാ. ആരും പോയില്ല ഇതുവരെ. പറഞ്ഞു വിടറോ എല്ലാത്തിനും. വണ്ടി വിട്ടോ. ലൈക്സും ഉണ്ട് ഒരുപാട്. ഇത് എവിടുന്നൊക്കെയാ? ജർമ്മനി, UK, US, UAE. നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കയറി. എനിക്കിട്ടാ പൂര തെറി അല്ലേ? ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മെയിലീഗോ പോയി ചാവൻ പറയാമാരോട്. ഏയ്, നീ ഒരു കമന്റ് കണ്ടോ? 22 ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന്. പേടിയുണ്ടോ?